വെൽക്കം ബാക്ക് ടു ബീനാസ് ക്ലീനിങ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 1ാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങളെ. അതിൻ്റെ 3ാമത്തെ പാർട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത്. പുതിയ ടെസ്റ്റാണ് കണ്ടോ. പുതിയ ടെസ്റ്റിൻ്റെ 1ഉം 2ഉം പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്, കാണണേ നിങ്ങൾ കേട്ടോ. അപ്പം അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഇത് കേട്ട് നിങ്ങൾ ബോറടിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കൂ നിങ്ങളെ. പാറ്റേൺ ആണ്. പാറ്റേൺ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു സീക്വൻസ് എന്നാണ്. എളുപ്പം ഒന്ന് ഓടിച്ചിട്ട് പറയുക കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കേ. ഫസ്റ്റ് ഓൾ വൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ നിങ്ങളെ. 1 1 1 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ എന്തിനാണോ ഇപ്പോൾ ഇട്ടത്, അന്ന് ഞാൻ പഠിപ്പിച്ചപ്പം ഞാൻ ആ പടം കണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറയാമായിരുന്നു, പിക്ചർ നോക്കി പറയാമായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ എടുത്ത് എന്താ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി അങ്ങ് കയറി നമ്മൾ ആ പടം എക്സ്പ്ലെയിൻ ചെയ്തില്ല കുഞ്ഞുങ്ങളെ കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഒന്നും കൂടി പറയുന്നത്. ഇതാ കുഞ്ഞുങ്ങളെ 1 1 1 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 2 2 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, 1ൻ്റെ കൂടെ 0യും കൂടി കൂട്ടിയപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, 1 കിട്ടിയത്. വീണ്ടും 1ൻ്റെ കൂടെ 0യും കൂടി കൂട്ടിയപ്പോഴാണ് നമുക്ക് 1 കിട്ടിയത് കേട്ടോ. അതുകൊണ്ട് എന്താ ഈ സീക്വൻസ് അല്ലെങ്കിൽ പാറ്റേൺ നമുക്ക് പൂർത്തീകരിക്കാൻ അറിയണം. അതുപോലെ തന്നെ ഞാൻ ബാക്കി 2 എണ്ണം എഴുതണമെന്നുള്ളതും ഞാൻ അതിനകത്തിൽ തന്നെ അങ്ങ് പറഞ്ഞു ചെയ്ത് കേട്ടോ. അതും കൂടി അങ്ങ് എഴുതിക്കോണേ നിങ്ങൾ അതിനകത്ത് കേട്ടോ. അതായത് ഈ വീഡിയോക്കകത്തിലെല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ 1ൻ്റെ കൂടെ നോക്കുക 0 കൂട്ടിയപ്പോഴാണ് 1 വന്നത്, വീണ്ടും 0 0. അപ്പോൾ ഇത് ഈ പാറ്റേൺ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അടുത്ത കൗണ്ടിങ് നമ്പർ എന്ന് വെച്ചാൽ എണ്ണൽ സംഖ്യ, അത് നമ്മൾ പഠിച്ചതാണ്. 1 2 3 4 തന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ അറിയാം. ഓക്കെ. ഓഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒറ്റ സംഖ്യ എന്നാണ് അല്ലേ. 1 3 5 7 9 കേട്ടോ. നിങ്ങൾ ഇതെല്ലാം ഒറ്റ സംഖ്യകളാണ്. കാരണം ഇന്ന് എന്താ ഒറ്റ വെട്ടം 1 ഇൻറ്റു കേട്ടോ, ഒറ്റ വെട്ടം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കണേ, നമ്മുടെ 1 ഇൻറ്റു അല്ല കൗണ്ടിങ് നമ്പറാണ്. 1ൻ്റെ കൂടെ അല്ല ഓഡ് നമ്പറാണല്ലോ. ഓഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 ഇല്ല 3 എന്ന് വെച്ചാൽ 1ൻ്റെ കൂടെ എത്ര കൂട്ടി നമ്മൾ, 1ൻ്റെ കൂടെ 1 കൂടെ കൂട്ടി അല്ലേ. പിന്നെ 3ൻ്റെ കൂടെ 1 കൂടെ കൂട്ടി, 3ൻ്റെ കൂടെ 2 കൂടെ കൂട്ടി, 5ൻ്റെ കൂടെ പിന്നെ 2 കൂടെ കൂട്ടി, സോറി 1ൻ്റെ കൂടെ 2 കൂടെ കൂട്ടുമ്പോഴല്ലേ 3 2 2 2. അതിൻ്റെ അർത്ഥം ഇവിടെ എല്ലാം 2 വീതം കൂട്ടി കൂട്ടി കൂട്ടിയാണ് നമ്മൾ എഴുതിയത് കേട്ടോ. അതിലും എളുപ്പം എന്താ, 1 2 ഇല്ല 3 4 ഇല്ല 5 6 ഇല്ല 7 8 ഇല്ല 9. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? ഇതൊക്കെ എളുപ്പ വഴിയിലൊക്കെ പറയുക കേട്ടോ. കാരണം നമുക്ക് പാറ്റേൺ അല്ലെ സീക്വൻസ് കേട്ടോ പൂർത്തീകരിക്കാൻ അറിയണം. അടുത്ത ഇവൻ നമ്പർ എന്ന് വെച്ചാൽ ഇരട്ട സംഖ്യ. 2 4 6 8. ഈ പറഞ്ഞ പോലെ 2 അല്ലേ, 3 ഇല്ല 4 5 ഇല്ല 6 7 ഇല്ല 8. അങ്ങനെ അവിടെ എന്താണ് 2ൻ്റെ 2 വീതം കൂട്ടി കൂട്ടിയാണ് ഇവൻ നമ്പറും എഴുതിയേക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞത് ട്രയാങ്കുലർ നമ്പറിന് എന്താവും നിങ്ങളെ. ട്രയാങ്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1ഉം 2 കൂടെ കൂട്ടിയപ്പോൾ 3 അല്ലേ, 3ൻ്റെ കൂടെ 3 കൂടെ കൂട്ടിയപ്പം 6 6ൻ്റെ കൂടെ 4 കൂടെ കൂട്ടിയപ്പം 10 10ൻ്റെ കൂടെ 5 കൂടെ കൂട്ടിയപ്പോൾ 15 15ൻ്റെ കൂടെ അതായത് 2 3 4 5 6 7 8 അല്ലേ. ഇങ്ങനെ കൂട്ടുന്നതാണ് ട്രയാങ്കുലർ നമ്പർ. കുറച്ചുകൂടി എളുപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബാക്കി കിടക്കുന്ന 2 എണ്ണം അല്ലേ. ഇപ്പം നോക്കിക്കേ, 1 എഴുതി അല്ലേ, പിന്നെ 3ഉം പിന്നെ ആ ഇവിടെ 2 ഉണ്ട് അല്ലേ, 3 3 6 പിന്നെ 6 അല്ല ഇതിങ്ങനെ തന്നെ പോകുന്നത് അല്ലേ. അല്ല കുഞ്ഞുങ്ങളെ, എന്താ 3ഉം 1ഉം 4 അല്ലേ. അപ്പോൾ 6ഉം 4ഉം ബാക്കി കിടക്കുന്നത് 6ഉം 4ഉം 10 അല്ലേ. അല്ല അത് മറ്റേതാ ഏതാ എന്താ വിരഹങ്കാരുടെ അല്ലേ. ഇവിടെ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇവിടെ 1 നോക്കിയേ, 1ഉം 2ഉം 3 പിന്നെ അതിൻ്റെ കൂടെ 3 കൂട്ടി അല്ലേ, 3ഉം 3ഉം 6 പിന്നെ ആ കിട്ടിയതിൻ്റെ കൂടെ 4 കൂട്ടി, അതിൻ്റെ കൂടെ 5 കൂട്ടി 6 കൂട്ടി 7 കൂട്ടി 8 കൂട്ടി 9 കൂട്ടി, ഇങ്ങനെ ഓരോ സംഖ്യകൾ കൂട്ടി 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 ആ കിട്ടിയ ആൻസറിൻ്റെ കൂടെ ആണേ കൂട്ടി കൂട്ടി പോകുന്നതാണ്. ഇത് നമ്മൾ 1ാമത്തെ പാർട്ടിലൊക്കെ 1ഉം 2ഉം അതിനകത്ത് നല്ല രീതിയിൽ പറഞ്ഞതാ കേട്ടോ. ഇപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞതാ, ഉള്ളതുകൂടെ പോയോ. ഇത് ഓരോന്ന് വീതം കൂട്ടിയാൽ മതി കുഞ്ഞുങ്ങളെ. നമുക്ക് കിട്ടിയ ആൻസറിൻ്റെ കൂടെ ഇത് നോക്കിക്കേ, 1ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയപ്പോൾ 3, ആ 3ൻ്റെ കൂടെ അടുത്ത 3 കൂടെ കൂട്ടിയപ്പോൾ 6 6ൻ്റെ കൂടെ 4 കൂടെ കൂട്ടിയപ്പോൾ 10 10ൻ്റെ കൂടെ 5 6 7 അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. 8 അടുത്ത 9 10 11 അങ്ങനെ ഓരോന്നു ആ കിട്ടിയ ആൻസറിൻ്റെ കൂടെ കൂട്ടി കൂട്ടി പോയാൽ മതി. സ്ക്വയർ പിന്നെ നമുക്കറിയാം അല്ലേ. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ 16, 5ൻ്റെ 25, 6 36, 7 49, 8 64, 9 81 അങ്ങനെ പോകും അല്ലേ. എന്താ ഇത് വല്ല മനസ്സിലാവുന്നുണ്ടോ? 1ൻ്റെ സ്ക്വയർ 1, അതായത് 1 ഇൻറ്റു 1 അല്ലേ. അടുത്ത 2 ഇൻറ്റു 2, ഇതൊക്കെ നമ്മൾ പറഞ്ഞത് അത്രയും സമയം വേസ്റ്റ് ആക്കുന്നില്ല. 3 ഇൻറ്റു 3 9 കേട്ടോ. ഇതാണ് സ്ക്വയർ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഒരു സംഖ്യ തന്നെ എന്താ 2 വട്ടം ഇൻറ്റു 2 ഇൻറ്റു 2
3 ഇൻറ്റു 3, 4 ഇൻറ്റു 4, 5 ഇൻറ്റു 5, 6 ഓക്കെ ആണോ? ക്യൂബ് ആണെങ്കിൽ എന്താ? ക്യൂബ് 3 വട്ടം, അതായത് തന്നിരിക്കുന്നതിൻ്റെ പവർ 3 ആണ് അല്ലേ? അതായത് 1 3 വട്ടം, 1 ഇൻറ്റു 1 ഇൻറ്റു 1, 2 ഇൻറ്റു 2 ഇൻറ്റു 2, 3 ഇൻറ്റു 3 ഇൻറ്റു 3, ഇങ്ങനെ 3 വട്ടം എഴുതുന്നതിനെയാണ് ക്യൂബ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഇട്ടതാണ്. എന്നാലും ബാക്കി നമ്മൾ ആ ഫില്ല് ചെയ്യാനുള്ളതിൻ്റെ നമ്പർ എഴുതിയില്ലായിരുന്നു കുഞ്ഞുങ്ങളെ, അതിനാണ് ഞാനിതിപ്പോൾ ഇട്ടത്. അപ്പം നിങ്ങളതങ്ങ് ഫില്ല് ചെയ്തോണേ. അടുത്തുള്ള വിരഹങ്ക നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അതാ മുമ്പ് ഞാൻ ഇവിടെ എന്താ ട്രയാങ്കുലറി പറഞ്ഞ എന്താ കുഞ്ഞുങ്ങളെ? പ്രീവിയസ് നമ്പർ നോക്കിയേ, 2 1 1 2 അല്ലേ? ഈ 2 1 3 അല്ലേ? 3 2 5, 5 3 8, 8 5 13. തൊട്ട് ലെഫ്റ്റിൽ കിടക്കുന്ന ഈ 2 എണ്ണത്തിനെ വീതം കൂട്ടി 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 ഇങ്ങനെ പോകുന്നതാണ് വിരഹങ്ക. ഇതെല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു നിങ്ങളെ, നല്ലപോലെ നോക്കണേ. ഈ ട്രയാങ്കുലർ നമ്പറും വിരഹങ്ക നമ്പറും തെറ്റിപ്പോരുത് കേട്ടോ. ഇനി പവർ ഓഫ് 2, 2ൻ്റെ പവർ നമ്മൾ പറഞ്ഞ അല്ലേ? 2 2 എപ്പോഴും ഓർക്കണം. 2:0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. 3:0 എന്ന് വെച്ചാൽ ഇതിൻ്റെ പവർ 0 ആയപ്പോൾ 1 ആണ്. ഇത് നമുക്ക് 7 8 9 10 പഠിക്കാനുള്ള കുഞ്ഞുങ്ങൾ, അതുകൊണ്ട് ഇത് പഠിച്ചോണേ. 2:0 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 1 എന്നാണ് കേട്ടോ. അത് ഇക്വേഷനകത്തിലൊക്കെ ഉള്ളതാണ്. പവർ ഓഫ് 2 എന്ന് വെച്ചാൽ 2, 2:0 എന്ന് വെച്ചാൽ 1 ആണ്. ചിലപ്പോൾ 1 മാർക്കിൻ്റെ ഒരു ചോദ്യമായിരിക്കും കേട്ടോ. ഉറപ്പായിട്ട് 1 മാർക്കിൻ്റെ ഫില്ലപ്പിൻ്റെ ഒരു ചോദ്യം കുഞ്ഞുങ്ങളെ. ഇപ്പോൾ 6:0 എന്താ നിങ്ങളെ? 6:0 ഡാഷ് എന്ന് തരും. എന്താ? 1 ആണേ, ഓർത്തോണേ കേട്ടോ. അപ്പം ഇവിടെ 2:1 3:1 ഇതിൻ്റെ എല്ലാ ആൻസർ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആൻസർ ഫില്ല് ചെയ്യണം നിങ്ങളെ ടെസ്റ്റിലെ കേട്ടോ. അതുപോലെ തന്നെ പവർ ഓഫ് 3 എന്ന് പറയുന്നത് എന്താ? 1ൻ്റെ ക്യൂബ്, 3ൻ്റെ ക്യൂബ്, 9ൻ്റെ ക്യൂബ്, സോറി ഇല്ല 3ൻ്റെ പവർ അല്ലേ? അപ്പോൾ 3:0 അല്ലേ? ഇവിടെ മേടി കൊടുത്തിട്ടുണ്ട് 3:0, പിന്നെ 3:1, 3:2, 3:3, 3:4 ഇല്ലേ? 3 4 വട്ടം, അടുത്ത 3 5 വട്ടം, 3 6 വട്ടം, 3 7 വട്ടം. ഇത് നമ്മൾ എടുത്തതാവും നിങ്ങൾ, എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ അതിനകത്തിലെ എക്സസൈസ് എവിടെ വരെ ചെയ്തെന്ന് നോക്കിക്കേ. അതെ, ഇതാണ് നമ്മളിപ്പോൾ ചെയ്തത് കേട്ടോ. വിഷ്വലൈസിങ് നമ്പർ, വിഷ്വലൈസ് പടം തന്നിട്ട് എഴുതാനുള്ളതെല്ലാം നമ്മൾ പറഞ്ഞാണ്. എക്സസൈസ് ഇത് 1ാമത്തെ ചെയ്തു, 2 ട്രയാങ്കിൾ ഇത് ചെയ്തു, 3 4 5. ഇനി 5ാമത്തെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്താ നിങ്ങളെ? ഇനി 5ാമത്തെയാണ്. ക്യാൻ യു തിങ്ക് ഓഫ് പിക്ടോറിയൽ വേ ടു വിഷ്വലൈസ് ഇൻ ദ സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2 പവേഴ്സ് ഓഫ് 3. ഇത്രയേ ഉള്ളൂ നിങ്ങളെ. എന്താ? ക്യാൻ യു തിങ്ക് ഓഫ് പിക്ടോറിയൽ വേ? ഓക്കെ, പവർ ഓഫ് 2, പവർ ഓഫ് 3 നമ്മൾ മുമ്പ് എഴുതിയതാ അല്ലേ? എഴുതിയല്ലേ കുഞ്ഞുങ്ങളെ? നോക്കിക്കേ, സീക്വൻസ് ഓഫ് പവർ ഓഫ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 2ൻ്റെ പവറാണ് കേട്ടോ. അത് തിരിഞ്ഞു പോവല്ലേ. പവേഴ്സ് ഓഫ് 2 എന്ന് വെച്ചാൽ 2ൻ്റെ പവർ ഏതാ? 2:0 തൊട്ട് വേണം എഴുതാൻ കേട്ടോ. 2:0 മുമ്പ് നമ്മൾ പറഞ്ഞു, ഏതൊരു സംഖ്യയുടെയും മുകളിൽ പവർ 0 ആണെങ്കിൽ അതിൻ്റെ ആൻസർ 1 ആണ്. 2:, ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അതായത് 2:0 എന്ന് വെച്ചാൽ അതിൻ്റെ ആൻസർ 1 ആണ്. 3:0 എന്ന് വെച്ചാലും അതിൻ്റെ ആൻസർ 1 ആണ്. 4:0 എന്ന് വെച്ചാലും 1 ആണ്. ഇപ്പം പിടി കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ പവേഴ്സ് ഓഫ് 2 ആണ് കുഞ്ഞുങ്ങളെ. അപ്പം നമ്മൾ 2:0, 2:1, 2:2, 2:3 ഇങ്ങനെ വേണം എഴുതാൻ. മനസ്സിലായോ? 2:0 എന്ന് വെച്ചാൽ നമുക്കറിയാം 1 ആണ്. 2:1 എന്ന് വെച്ചാൽ 1 2 2 ആണ്. 2:2 എന്ന് വെച്ചാൽ എന്താ? 2 വെട്ടമുണ്ട് 4. 2:3 എന്ന് വെച്ചാൽ 2 3 വെട്ടമുണ്ട് 2 2 4 2 8. 2:4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 4 വെട്ടമുണ്ട്. ഇത് 2 5 വെട്ടമുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും? ഈ സീക്വൻസ് എങ്ങനെ കിട്ടും? അല്ലെ പാറ്റേൺ നോക്കി നിങ്ങളെ ഇങ്ങനെ കിട്ടും. ഇനി അവർ ചോദിച്ചത് എന്താണെന്നറിയോ? നിങ്ങൾ അതിനെ പിക്ടോറിക്കൽ ഡോട്ട് ഇട്ട് എഴുതണം കേട്ടോ. നമ്മൾ ഓർമ്മയുണ്ടോ? ഡോട്ട് ഇട്ട് എങ്ങനെയാവും കുഞ്ഞുങ്ങളെ? നോക്കിക്കേ, 1ാമത്തെ എന്താ? ആൻസർ 1 ആണ്. അത് പിക്ചർ വരച്ച് എഴുതാനാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നോക്കി കുഞ്ഞുങ്ങളെ 1. 2ാമത്തെ ഒക്കെ 2 ആണ്. അപ്പോൾ 2 ഡോട്ട് അല്ലേ? 2 ഡോട്ട് ഇട്ട് പിക്ചറാണ് വരച്ച് കാണിക്കണം. അപ്പോൾ നമ്മുടെ 2 അത് വേണേൽ നമുക്ക് ഇങ്ങനെ ഇട്ടും ഇങ്ങനെയും വരയ്ക്കാം കേട്ടോ. 2 ഡോട്ട്. അടുത്ത എത്ര കുഞ്ഞുങ്ങളെ? അടുത്ത 4 ആണ്. 4 നോക്കിക്കേ, 1 2 3 4 4 നമ്മൾ എന്ത് ചെയ്യണം? വരച്ച് കാണിക്കണം. ഡോട്ട് ഇട്ടിട്ട് അത് വരയ്ക്കണം. പിക്ടോറിക്കൽ വേ എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളത് വരച്ച് കാണിക്കണം. ഓക്കെ ആണോ? അടുത്ത എത്ര നോക്കി? 8 എണ്ണം. 8 എണ്ണത്തിനെ നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് ഞാൻ പറയാം നിങ്ങളെ. 8 ഡോട്ട് നമ്മൾ ഇടുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടാം അല്ലേ? ഡോട്ട് ഇടുവാണെങ്കിൽ. പക്ഷേ നമ്മളോട് പറഞ്ഞ എന്താ? വരച്ച് കാണിക്കണമെന്നാ. അപ്പം ഞാൻ നിങ്ങളെ അതൊന്ന് വരച്ച് കാണിക്കും.
നോക്കണേ കുഞ്ഞുങ്ങളെ, ഞാനിപ്പം അത് വേണേൽ ഒന്നും കൂടിയേ കാണിക്കാം. നോക്കി അതിൻ്റെ ആൻസർ നോക്കണേ. അഞ്ചാമത്തെയാണ് ഫസ്റ്റ് ഡോട്ട് 1, രണ്ടാമത്തത് 2 ആണ്. അപ്പം 1, രണ്ടാമത്തെ 2, അടുത്ത എത്ര 4 ആണ് അല്ലേ? 4 ആയപ്പോൾ എങ്ങനെ എഴുതണമെന്നാ 1 2 3 4. അതിനെ വരച്ച് കാണിക്കാൻ പറയുമ്പോൾ നമ്മൾ അതിനെ വരച്ചു 4. ഇത് ഓക്കെ ആണോ? അടുത്ത എത്ര വന്നത് 8 ആണ്. 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക 1 2 3 4. അപ്പോൾ ആ 4 എണ്ണത്തിന് ഇപ്പോൾ ഇത് ഇത്രയും അണ്ടേ ഈ 1 2 4 ഇത് 4 അല്ലേ? 8 ആക്കണം. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നറിയോ? ക്യൂബ് വരയ്ക്കാൻ നിങ്ങൾക്കറിയാമോ കുഞ്ഞുങ്ങളെ? കണ്ടേ വീണ്ടും കണ്ടോ? എന്നിട്ട് അതിനെ അങ്ങ് ക്യൂബ് വരയ്ക്കാൻ അറിയാമോ നിങ്ങൾക്ക്? ഇപ്പം മനസ്സിലായി കാണും അല്ലേ? ഇപ്പം മൊത്തം എത്ര എണ്ണം വന്നു? 8 എണ്ണം വന്നു. അപ്പോൾ 1 2 4 8 ഓക്കെ ആണോ? അടുത്ത എത്ര വന്നേ നോക്കിയേ? 16 ആണ് വന്നത് കേട്ടോ. ഈ 16 എങ്ങനെ വരയ്ക്കുമെന്ന് നോക്കിക്കേ. ഇപ്പോൾ 8 നമുക്ക് വരയ്ക്കാൻ പഠിച്ചു ഇല്ലേ? 1 2 3 4 5 6 7 8 8 എണ്ണം വരയ്ക്കാൻ നമ്മൾ പഠിച്ചു. ആ 8 എണ്ണം വരച്ചിട്ട് പെൻസിൽ വെച്ച് വരയ്ക്കണം കേട്ടോ. ഇത് ഞാൻ പേന വെച്ച് ഇങ്ങനെ കാണിക്കുന്നെങ്കിലും നിങ്ങൾ പെൻസിലും സ്കെയിലും ഇൻസ്ട്രോം ബോക്സൊക്കെ ഉണ്ടല്ലോ. 8 ഓക്കെ ആണോ? അതുപോലെ തന്നെ തണ്ടിച്ചിരി ഇങ്ങോട്ട് മാറ്റി ഒരു 8 അങ്ങ് വരയ്ക്കണം. 1 2 3 4 5 6 7 8. അപ്പം നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് വരച്ചു. ആ മേളി വരച്ച അതുപോലെ തന്നെ ഒരു ക്യൂബ് ഇങ്ങോട്ടും വരയ്ക്കുക. കണ്ടോ? അപ്പോൾ എത്ര? 8 8 16 ഇനി ഇതിനെ വരച്ച് കാണിക്കണം. എങ്ങോട്ടെന്നറിയോ? എന്നിട്ട് ഈ മുകളിൽ തന്നതിനെ മുകളിലോട്ട് തന്നെ വരയ്ക്കണം കേട്ടോ. മുകളിലോട്ട് തന്നെ വരയ്ക്കണം. അതായത് ഫസ്റ്റ് ഈ മുകളിലത്തേത് ഈ മുകളിലോട്ട്, ഇത് എന്താ അതിൻ്റെ ഇപ്പുറത്തേതുണ്ട് ഇങ്ങോട്ട് ഇല്ലയോ? മുകളിൽ ഇരുന്ന ഫ്രണ്ടിൽ ഇരുന്ന 2 എണ്ണം. ഇനി ബാക്കിലേ നോക്കിയേ, ബാക്കിലേത് ബാക്കിലോട്ട് തന്നെ കണ്ടോ? അപ്പോൾ മേളിലത്തെ കഴിഞ്ഞു. മുകളിൽ നമ്മൾ ഈ ഫ്രണ്ടിലിരുന്നതിനെ നേരെ വരയ്ക്കുക, ബാക്കിലിരുന്നതിനെ ബാക്കിലോട്ടും വരയ്ക്കുക. ഇനി താഴെ ഉണ്ടല്ലോ, താഴെ ഫ്രണ്ടിൽ ഇരുന്നതിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക, ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. പിന്നെ അതിൻ്റെ ബാക്കിലിരുന്നതിനെ അതിൻ്റെയും പുറയിലോട്ട് കൊണ്ടുവരിക. കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ അതായത് ഇവിടെ 8 ലൈൻ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വരയ്ക്കുമ്പോൾ 8 ലൈൻ ഉണ്ടോ നോക്കണേ നിങ്ങൾ. 8 എണ്ണം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നമുക്ക് എത്ര കിട്ടി? 16 കിട്ടി. ഇനി അതുപോലെ എത്ര വരയ്ക്കണമെന്നാ? അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇതുവരെ വരച്ചാൽ മതി അല്ലേ? സ്ക്വയറിൻ്റെ ഇത്രയും മതി എന്നാണ് പറഞ്ഞത്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോ? ഇത് അത് ഫസ്റ്റ് 4ൻ്റെ ഇങ്ങനെ വരയ്ക്കണം പഠിക്കണം. 8ൻ്റെ നമ്മളൊരു ക്യൂബ് വരയ്ക്കാൻ പഠിച്ചാൽ മതി. 16 ആകുമ്പോൾ 2 ക്യൂബുകൾ തങ്ങളിൽ യോജിപ്പിച്ചാൽ മതി. ഇപ്പോൾ പിടികിട്ടിയോ? ഇനി അവർ പറഞ്ഞ് എന്താണെന്നറിയോ? നിങ്ങൾ പവേഴ്സ് ഓഫ് 3യും അങ്ങനെ വരയ്ക്കണമെന്ന്. നോക്കൂ കുഞ്ഞുങ്ങളെ, സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 3. 3ൻ്റെ പവറുകളാണ് 3:0 എന്ന് വെച്ചാൽ മുമ്പ് നമ്മൾ ഒത്തിരിയും തവണ പറഞ്ഞു 1 ആണ്. തെറ്റിക്കല്ലേ? 3:1 എന്ന് വെച്ചാൽ 1 3 3. 3:2 എന്ന് വെച്ചാൽ 3 2 വെട്ട അല്ലേ? 3 × 3 9 ആണ്. അത് 3:3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ 3 വട്ടം ഉണ്ടെന്നല്ലേ? അപ്പോൾ 3 × 3 × 3 ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ 27. 3:4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 4 വട്ടം. അപ്പോൾ എങ്ങനെ എഴുതും? 81 എന്ന് എഴുതും. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അത്രയും. അപ്പോൾ അതിൻ്റെ ഡോട്ട് നമ്മൾ എങ്ങനെ വരയ്ക്കും? ഫസ്റ്റ് ഒരെണ്ണം വരച്ചു അല്ലേ? 1. രണ്ടാമത്തെ എന്താ? 3 ഡോട്ട് അല്ലേ? നാലാമത്തെ എന്താ? 9 എണ്ണം വരണം അല്ലേ? അപ്പോൾ 1 2 ഇങ്ങനെ 1, അടുത്ത ഇവിടെ 3 അല്ലേ? 1 മൊത്തം എത്ര എണ്ണം വരണം? 3 എണ്ണം. അതായത് ഈ സൈഡ് നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. സൈഡ് നോക്കി വേണം വരയ്ക്കാൻ. നിങ്ങൾ ഈ ഡോട്ടുകൾ ഒരു മിനിറ്റ് ഒന്ന് നോക്കണേ കേട്ടോ കുഞ്ഞുങ്ങൾ. ഡോട്ട് കണ്ടോ? അതുകൊണ്ട് ഇങ്ങനെ തന്നെ വരയ്ക്കണം കേട്ടോ. ഫസ്റ്റ് കണ്ടോ? ഇത് നിങ്ങൾ വൃത്തിയായിട്ട് നമ്മുടെ ബുക്കിലോട്ട് വരയ്ക്കണം കേട്ടോ. ഒന്നാമത്തെ 1 പിന്നെ 3 ഇത് നിങ്ങൾ പോസ് ചെയ്തിട്ടിട്ട് കണ്ട് വരയ്ക്കണേ. ഫോണിൻ്റെ പിന്നത്തേതിലെ ആ 3 എണ്ണം കണ്ടോ? ഇത് കണ്ടോ? ഇതെല്ലാം നല്ലതുപോലെ ഈ ലാസ്റ്റിലത്തെ 81 നല്ലതുപോലെ എടുത്ത് വരയ്ക്കണം കേട്ടോ. ഞാൻ ഒരുപാട് കുത്തിട്ടപ്പോഴേ നിങ്ങൾക്ക് കണ്ട് ഡൗട്ട് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ കാണിച്ചത്. ഇത് എവിടെയൊക്കെയാണ് കുത്തിയെന്ന് കറക്റ്റായിട്ട് കണ്ടോ. ഇത് നല്ലപോലെ പോസ് ചെയ്തിട്ടിട്ട് നോക്കി അങ്ങ് വരയ്ക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്ത് നോക്കൂ കുഞ്ഞുങ്ങളെ, പേജ് നമ്പർ 6. 6ാമത്തെ പേജിലെ റിലേഷൻ എമംഗ് നമ്പർ സീക്വൻസ് എന്നാണ് പേര്. നോക്കണേ, നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം ഓഡ് നമ്പർ, ഈവൻ നമ്പർ, നാച്ചുറൽ നമ്പർ അല്ലേ? ഈവൻ നമ്പർ, ട്രയാങ്കുലർ നമ്പർ, ഇതുപോലെ ഒരുപാട് നമ്പറുകളെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഓഡ് നമ്പറുകളെ കുറിച്ചും നമ്മൾ പഠിച്ചല്ലേ? ഇനി റിലേഷൻ എമംഗ് നമ്പർ സീക്വൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ടെസ്റ്റിലുണ്ട്. അതിനകത്തിൽ വാട്ട് ഹാപ്പൻഡ് വെൻ വി സ്റ്റാർട്ട് ആഡിങ് അപ്പ്
അപ്പ് ഓഡ് നമ്പേഴ്സ്. ആഡിങ് അപ്പ്. അപ്പെന്ന് വെച്ചാൽ എന്താ? ആഡിങ് അപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൂട്ടി പോവാന്ന് ഇപ്പം. കാരണം അപ്പും ഡൗണും ഇനിയും വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ആഡിങ് അപ്പ് കേട്ടോ എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പർ എന്നാൽ എന്താണ്? നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ്. 1, 3, 1, 3, 5, 7, 9, 11 എന്നിങ്ങനെ പോകുന്നതാണ് ഓഡ് നമ്പർ അല്ലേ. ആ ഓഡ് നമ്പറിനെ നമ്മൾ എങ്ങനെ എഴുതുമെന്ന അവർ 2 രീതിയിൽ, ഇനി വേറൊരു രീതിയും കൂടെ ഉണ്ട് കുഞ്ഞുങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 രീതി പറയുന്നുണ്ട് കേട്ടോ. അപ്പം അപ്പ് നോക്കാം. ഓഡ് നമ്പറിനെ നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് അവർ ചെയ്തിട്ടിട്ടുണ്ട്. 1 അല്ലേ, 1നെ 1 കഴിഞ്ഞാൽ പിന്നെ ഓഡ് നമ്പർ ഏതാ? 1 + 3 ആണ് അല്ലേ. പിന്നെ 1, 3, 5 അല്ലേ. 1, 1, 1, 3, 1, 3, 5, 1, 3, 5, 7, 1, 3, 5, 7, 9 അല്ലേ. ഇങ്ങനെയല്ലേ പോയേക്കുന്നത്. നോക്കിയേ, 1, 1, 3, 1, 3, 5, 1, 3, 5, 7. ഞാൻ മലയാളം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇംഗ്ലീഷ് 1, 3, 5, 7, 9, 1, 3, 5, 7, 9, 11, 1, 3, 5, 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഡ് നമ്പറുകൾ കൂട്ടി വെക്കുക. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. എന്താ ഇവിടെ നോക്കിയ ഒരേ നമ്പറുകൾ, ഇവിടെ ഒരേ നമ്പർ, ഇവിടെ ഒരേ നമ്പർ. ഇത് അതിൽ വലിയ കാര്യമില്ല. ഓഡ് നമ്പറുകൾ നമ്മൾ കൂട്ടി വെച്ചേക്കുക. പക്ഷെ നമുക്ക് കിട്ടിയ ആൻസർ നോക്കിയോ നിങ്ങളെ. ഈ ഓഡ് നമ്പറുകൾ തങ്ങളിൽ കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ നോക്കൂ നിങ്ങളെ. ഈ 4 അല്ലേ. 4 എന്ന് പറയുന്നത് എന്താണ്? 2ൻ്റെ സ്ക്വയറാണ്. 9 എന്താണ്? 3ൻ്റെ സ്ക്വയറാണ്. 16 16 4ൻ്റെ സ്ക്വയറാണ്. 25 5ൻ്റെ സ്ക്വയറാണ്. 36 6ൻ്റെ സ്ക്വയർ. ഈ 6ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? 6 × 6 അല്ലേ. 5ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 5 × 5 അല്ലേ, 25. മനസ്സിലാവുന്നുണ്ടോ? അതായത് അത് ഞാൻ പറയാം. 6 അടുത്ത 49 എന്ന് വെച്ച് കഴിഞ്ഞാൽ 7ൻ്റെ സ്ക്വയർ, 7ൻ്റെ സ്ക്വയർ. 64 എന്ന് വെച്ച് കഴിഞ്ഞാൽ 8ൻ്റെ സ്ക്വയർ. അപ്പം നമുക്ക് ഓഡ് നമ്പറുകൾ തങ്ങളിൽ കൂട്ടിയപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഓഡ് നമ്പറുകൾ തങ്ങളിൽ കൂട്ടുമ്പോൾ നമുക്ക് സ്ക്വയറുകളാണ് കിട്ടുന്നത് കേട്ടോ കുഞ്ഞുങ്ങളെ. ഓഡ് നമ്പറുകൾ തങ്ങളിൽ കൂട്ടിയപ്പോൾ നമുക്കിവിടെ സ്ക്വയറുകളാണ് കിട്ടുന്നത്. അതായത് നോക്കിക്കേ, ആ സീക്വൻസ് അല്ലേ പാറ്റേൺ നോക്കിയേ. ഫസ്റ്റ് നമുക്ക് 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ. ഇതാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഇതിന് ഒരു എളുപ്പവഴി ഞാൻ പറയട്ടെ കുഞ്ഞുങ്ങളെ. ഇവിടെ നോക്കിക്കേ, പിന്നെ 1, 3, 4 അല്ലേ, 2ൻ്റെ സ്ക്വയറാണ് അല്ലേ. അടുത്ത 1, 3, 5, 9 ഏതാ? 3ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഈ നമ്പർ എണ്ണി നോക്കണം. ഇവിടെ നോക്കിയേ, 1, 2 മൊത്തം 2 എണ്ണം അല്ലേ. അപ്പം 2ൻ്റെ സ്ക്വയർ 4. ഇതിപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ കണക്ക് വേറെ ഉണ്ട് കേട്ടോ, അന്നേരം ഓർത്തോണം. 1, 2, 3 മൊത്തം എത്ര എണ്ണം ഉണ്ട്? 3. അത് ഓർഡറിലാണ്, ഫസ്റ്റ് മുതലായതുകൊണ്ടാണ് കേട്ടോ. 1, 2, 3 3 ആയപ്പോൾ 3ൻ്റെ സ്ക്വയർ. 1, 2, 3 4 എണ്ണം. ഇത് ഏതെങ്കിലും അല്ലേ കുഞ്ഞുങ്ങളെ, 1 മുതൽ തുടങ്ങുന്നത് കൊണ്ടാണ് അത് 1, 2, 3 എന്ന് എടുത്തത് കേട്ടോ. 1, 2, 3 4 4ൻ്റെ സ്ക്വയർ. 1, 2, 3 4 5 5ൻ്റെ സ്ക്വയർ. അങ്ങനെ നമ്മൾ നോക്കിക്കേ, 1, 2, 3 4 അങ്ങനെ വന്ന് നോക്കിക്കേ. ഇവിടെ 1, 2, 3 4 5 6 7 8ൻ്റെ സ്ക്വയർ 64. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഇനി ഇത് നമ്പറിലാണ് എഴുതി വെച്ചേക്കുന്നത് അല്ലേ. ഇതെല്ലാം നമ്പറല്ലേ. ഓഡ് നമ്പറുകൾ തങ്ങളിൽ കൂട്ടി വെച്ചിരിക്കുകയാണ്, അഡീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സംശയമില്ല, ഇത് നമ്മുടെ ടെസ്റ്റിലെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിനെ ഹൗ ക്യാൻ പാർട്ടിഷൻസ് ദ ഡോട്ട് ഇൻ എ സ്ക്വയർ ഗ്രിഡ് ഇൻ ടു ഓഡ് നമ്പർ ഓഫ് ഡോട്ട്. ഇത് ഓഡ് നമ്പറിൽ ഡോട്ട് ഇട്ട് എഴുതാൻ നമ്മുടെ ടെസ്റ്റിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ടെസ്റ്റ് ഉള്ളവർ കണ്ടോ, അതാണ്ട് ഡോട്ട് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് നോക്കൂ കുഞ്ഞുങ്ങളെ. ഇവിടെ ഫസ്റ്റ് ഓഡ് നമ്പർ അല്ലേ, ഓഡ് നമ്പർ ആയതുകൊണ്ട് ഫസ്റ്റ് 1 ഇട്ടിട്ട് ഓഡ് നമ്പർ 1. അടുത്ത ഏതാ? 3 കണ്ടോ. അടുത്ത 3. അടുത്തത് 1 2 3 4 5 1 3 5. അപ്പോൾ അടുത്ത എത്ര? 3 4 5 6 7. 1 3 അല്ലേ. 1 3 5 7 9 11 ഇങ്ങനെ ഈ ഓരോ ബോക്സിലും കിടക്കുക. ആണോ കുഞ്ഞുങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ മുമ്പ് നമ്പർ എഴുതിയാണ് ഇത് എഴുതിയത് അല്ലേ. ഇതെന്താ? ഡോട്ട് ഇട്ട് കാണിച്ചിരിക്കുക. ഡോട്ട് ഇട്ട് 1 3 5. കാരണം ഇതിനകത്ത് എത്ര ഡോട്ടുകൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി. 11. അപ്പോൾ ഓർത്താൽ മതി, ഇത് ഇത്രയും കൂടെ കൂട്ടി നോക്കുക. 1 3 5 7 9 11 കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര? 36 കിട്ടി. ഈ 36 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചായിരുന്നു എന്താ കുഞ്ഞുങ്ങളെ? 6 × 6 ആണ്. കാരണം സ്ക്വയറിൽ അല്ലേ, 6 × 6 ആണ് 36. 6ൻ്റെ സ്ക്വയർ
അല്ലേ 36 6 ഇൻറ്റു 6 അതിൻ്റെ അറിയണമെങ്കിൽ നടി ഈ സൈഡിൽ കിടക്കുന്ന ഡോട്ട് നോക്കൂ നിങ്ങളെ 6 എണ്ണം ഉണ്ടോ എന്ന്. അപ്പോൾ എന്താ സ്ക്വയർ 1 2 3 4 5 6. ഈ നടുക്ക് വരച്ച വര അങ്ങ് മാറ്റാമെങ്കിലേ നമുക്കിതെന്താ സ്ക്വയറായിട്ട് എടുക്കാം അല്ലേ. ഇതിപ്പോൾ ഓഡ് നമ്പറായിട്ട് നമ്മൾ പഠിച്ചതാണ് 1 3 എന്ന്. അതേപോലെ മൊത്തത്തിൽ നിങ്ങൾ നോക്കണം, ഇവിടെയും 6 ഇവിടെയും 6 ഇവിടെയും 6 ഇവിടെയും 6ആണ്. 6 ഇൻറ്റു 6 36. മനസ്സിലായോ? ഓരോ രീതികൾ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇവിടെ ഓഡ് നമ്പറായിട്ടാണ് നമ്മൾ എടുക്കുവാണെങ്കിൽ 1 3 5 7 9 11 അങ്ങനെ 13 അങ്ങനെ അങ്ങ് പോവും അല്ലേ. അപ്പം നമുക്കിത് മൊത്തവും കൂടെ കൂട്ടിയപ്പോൾ 1 3 5 ഇത് മൊത്തവും കൂടെ കൂട്ടിയപ്പോൾ 1 2 3 4 5 6 അല്ലേ. 6 മുമ്പ് ഞാൻ പറഞ്ഞ ക്ലൂ വെച്ച് പഠിച്ചാൽ മതി, നമ്പർ എണ്ണി നോക്കണം 6. അപ്പോൾ 6ൻ്റെ സ്ക്വയർ എത്ര? 36. അപ്പോൾ പിടികിട്ടിയോ? ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ടെസ്റ്റിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നോക്കണം കുഞ്ഞുങ്ങളെ. ബൈ ഡ്രോയിങ് എ സിമിലർ പിക്ചർ ക്യാൻ യു സേ വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 10 ഓഡ് നമ്പേഴ്സ്? ഫസ്റ്റ് 10 ഓഡ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ 10 എണ്ണം. ഇപ്പോൾ ഇത് 6 എണ്ണം അല്ലായിരുന്നോ കൊടുത്തത്? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? 6 എണ്ണമായിരുന്നു കൊടുത്തത്. അങ്ങനെ ആയിരുന്നെങ്കിൽ 10 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ 10 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ എന്താ? അത് അങ്ങോട്ടും 10 ആയിരിക്കും അല്ലേ. നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോഴും 10 ആയിരിക്കും, ഇങ്ങനെയും 10 ആയിരിക്കും, ഇങ്ങനെയും 10 ഇങ്ങനെയും 10 ആയിരിക്കും അല്ലേ. ഇവിടെയും 10 ഇവിടെയും 10 10 10 എന്നും പറഞ്ഞ് വരും അല്ലേ. അപ്പോൾ എന്തോ ഇതാ മതി നിങ്ങൾ. മുമ്പ് 6 ആയപ്പോൾ നമ്മൾ എന്താ ചെയ്തേ? 6 ഇൻറ്റു 6 അല്ലേ. അപ്പോൾ ഇവിടെ 10 ആയപ്പോൾ എന്താ? 10 ഇൻറ്റു 10 100 അവിടുത്തെ ആൻസർ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് മുമ്പ് നമ്മൾ ചെയ്ത രീതി വെച്ച് ടെസ്റ്റ് നോക്കണേ. മുമ്പ് നമ്മൾ രീതി വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 6 അല്ലേ. ഇവിടെയും 6 6 ഇൻറ്റു 6 36 നമുക്കിവിടെ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ചു ഇത് 10 ഓഡ് നമ്പർ വന്നാൽ, ഇത് 6 ഓഡ് നമ്പർ അല്ലേ, 10 ഓഡ് നമ്പർ വന്നാൽ അല്ലേ 10 ഓഡ് നമ്പർ വന്നാൽ 10 ഇൻറ്റു 10 100 അവിടുത്തെ ആൻസർ കേട്ടോ. അങ്ങനെയാണെങ്കിൽ 100 ഓഡ് നമ്പർ വന്നാലോ നിങ്ങളെ? 100 ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാലോ? ഞാനത് എഴുതിയെന്ന് തോന്നേ, നോക്കട്ടോ. ഓക്കെ അതെ നോക്കൂ നിങ്ങൾ, അത് എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ. ബൈ ഇമാജിങ് എ ലാർജ് അതല്ലേ, നോ ബൈ ഇമാജിൻ സിമിലർ പിക്ചർ ലാർജ് വെർഷൻ ഓഫ് യുവർ പിക്ചർ ഡ്രോയിങ് പാർഷ്യലി. സോറി അതല്ല. ഓക്കെ നമുക്ക് പറയാൻ നോക്കൂ നിങ്ങൾ. ഇവിടെ 100 ഓഡ് നമ്പർ വന്നതെങ്കിൽ 100 ഓഡ് നമ്പർ ആണെങ്കിൽ നിങ്ങൾ ഓർത്താൽ മതി, ഓഡ് നമ്പർ അല്ലേ. 100 ഓഡ് നമ്പർ ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, ആ 100നെ 100 കൊണ്ട് അങ്ങ് ഇൻറ്റു ചെയ്താൽ മതി. നോക്കൂ നിങ്ങൾ, എത്ര പൂജ്യമുണ്ട്? എത്ര എണ്ണം ഉണ്ട് അവിടെ? 4 പൂജ്യം അല്ലേ അല്ലേ. അപ്പോൾ അത്രയും പൂജ്യം ഇൻറ്റു ചെയ്യാൻ അറിയത്തില്ലേ? എത്ര പൂജ്യം ഉണ്ടോ അത്രയും പൂജ്യം അങ്ങ് എഴുതിയാൽ മതി. 4 പൂജ്യം കണ്ടോ? ഒറ്റ 10 100 1000 10,000 10,000 10,000 അതാണ് അവിടുത്തെ ആൻസർ. 10,000 അല്ലെ 10,000 ഓഡ് നമ്പർ. ഇപ്പോൾ പിടികിട്ടിയോ? അപ്പം നമ്മളോട് എത്ര ആണോ ചോദിക്കുന്നത് അതിനെ ഓഡ് നമ്പർ അല്ലേ അത്ര, അതുകൊണ്ട് തന്നെ ഇൻഡ്യൂ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതുവരെ പഠിച്ച ഓക്കെ ആണോ നിങ്ങളെ? ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താ? ആഡിങ് അപ്പ് ഓഡ് നമ്പറാണ് അല്ലേ. ആഡിങ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഡ് നമ്പറുകളെ ഇങ്ങനെ കൂട്ടി 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 ആ ചോദ്യം തിരിഞ്ഞു പോകല്ലോ നിങ്ങളെ. ചോദ്യത്തിലാണ് കേട്ടോ. ആ ചോദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ കേട്ട് ചാടി കയറി എഴുതരുത്. ആഡിങ് അപ്പ് ഓഡ് നമ്പർ എന്നാണ് അല്ലേ. ആഡിങ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുക എന്നാണ്. ഓരോന്നോരോന്ന് കൂട്ടി കൂട്ടി ചെയ്യാനാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. പക്ഷേ അടുത്ത സ്റ്റെപ്പ് നോക്കൂ നിങ്ങളെ. അനദർ എക്സാമ്പിൾ ഓഫ് സച്ച് എ റിലേഷൻ ബിറ്റ്വീൻ സീക്വൻസ് ആഡിങ് അപ്പ് ആൻഡ് ഡൗൺ. ആഡിങ് അപ്പ് ആൻഡ് ഡൗൺ കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ മുമ്പേ അപ്പ് ആൻഡ് ഡൗണിൻ്റെ മുമ്പ് പറഞ്ഞില്ലേ? അത് തന്നെ. നോക്കൂ നിങ്ങളെ, ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കണ്ടിട്ട്, ക്വസ്റ്റ്യൻ കണ്ടിട്ട്? അതായത് നോക്കണേ, നമ്മൾ ഓഡ് നമ്പർ എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. 1 3 5 7 ഒക്കെയാണെന്ന് പഠിച്ചു. ഇവിടെ നോക്കിക്കേ, 1 അല്ലേ. 1ൻ്റെ കൂടെ പിന്നെന്താ നിങ്ങളെ 1 എഴുതി, 1ൻ്റെ കൂടെ +2 നമ്മുടെ നമ്പറില്ലേ, നാച്ചുറൽ നമ്പർ എന്താ ഓഡ് കൗണ്ടിങ് നമ്പർ അത് തന്നെ. 1 എഴുതി, 1ൻ്റെ കൂടെ 2 കൂട്ടി അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഈ 2 കഴിഞ്ഞ് വരുന്നത് എഴുതുക. അതാണ് അപ്പും ഡൗണും എന്ന് വെച്ചാൽ ഒന്ന് കൂട്ടുക ഒന്ന് കുറയ്ക്കുക. അങ്ങനെ ഉദ്ദേശിച്ചാൽ മതി കേട്ടോ. അപ്പ് എന്ന് വെച്ചാൽ ഒന്ന് കൂട്ടുക, അതിൻ്റെ തൊട്ട് താഴെ ഡൗൺ എന്ന് വെച്ചാൽ ഒന്ന് കുറയ്ക്കുക. ആ ക്ലൂ ഓർത്താൽ മതി നിങ്ങൾ കേട്ടോ. അപ്പം 1 2 2ൻ്റെ പുറയിൽ 1 അല്ലേ. ഇനി 1 അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 2, അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 3 അല്ലേ. 1 ആദ്യം 1 അല്ലേ, പിന്നെ 1 2 പിന്നെ 1 2 3 അല്ലേ. 3 കഴിഞ്ഞാൽ പിന്നെ ഡൗണ്. ഇത് അപ്പാണ് ഡൗണ്. എന്താ 3 2 1 താപ്പോട്ട് പോയി അല്ലേ.
അടുത്ത അപ്പോൾ എന്താ കുഞ്ഞുങ്ങളെ 1 2 3 4 4 വരെ വന്നു. 1 2 1 2 3 1 2 3 4 4 വന്നു കഴിഞ്ഞാൽ പിന്നെ താപ്പോട്ട് ഏതാ 3 2 1. ഇപ്പോൾ പിടികിട്ടിയോ? ഇതാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. അടുത്തത് വീണ്ടും 4 വരെ എത്തി ഇല്ലേ? ഇനി അടുത്ത തരാം 1 2 3 4 5 കയറി. 1 2 3 4 5 വരെ എത്തി. 5ൻ്റെ ബാക്ക് അടിക്കണം അല്ലേ? 4 3 2 1 ഇങ്ങനെ എഴുതുന്നതിനാണ് അപ്പ് ആൻഡ് ഡൗൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ കേട്ടോ. അപ്പ് ആൻഡ് ഡൗൺ. ഇപ്പോൾ പിടികിട്ടുന്നുണ്ടോ ഞങ്ങൾ? എളുപ്പമല്ലേ? ഇതൊക്കെ എളുപ്പ വഴി ഞാൻ പറയുന്നതാണ്. നിങ്ങളുടെ ടീച്ചർ കുറച്ചുകൂടെ ഒക്കെ നല്ല രീതിയിൽ സ്കൂളിൽ പഠിപ്പിക്കും കേട്ടോ. ഇതെങ്ങനെയാണെന്നൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞതാണ്. ഇവിടെ നമ്മളെന്താ ഫസ്റ്റ് 1 അല്ലേ? 1 വെച്ച് കഴിഞ്ഞാൽ 1 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി 1ൻ്റെ കൂടെ 1 + 2 അടുത്ത നമ്പർ അല്ലേ? അടുത്ത നമ്മുടെ കൗണ്ടിങ് നമ്പറായ 1 + 2 അതിൻ്റെ കൂടെ എന്താ ഡൗൺ അല്ലേ? 1 പിന്നെ 1 2 3 പിന്നെ 2 1 1 2 3 4 അതിൻ്റെ ഡൗണ് 1 2 3 4 5 പിന്നെ അതിൻ്റെ ഡൗണ് എന്ന് വെച്ചാൽ അതിൻ്റെ താപ്പോട്ട് പോവുക കേട്ടോ. ഇപ്പോൾ മനസ്സിലായി? അപ്പോൾ എല്ലാം അതിൻ്റെ ആൻസർ നോക്കൂ നിങ്ങൾ. ഇവിടെ 1 2 3 ഇവിടെ എത്ര 4 ഇവിടെ ചെയ്തിട്ടുണ്ട് 4 പിന്നെ കിട്ടിയത് 9 പിന്നെ കിട്ടിയ 16 പിന്നെ കിട്ടിയ 25 പിന്നെ കിട്ടിയത് 36. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ നിങ്ങൾ, ഇതെല്ലാം 1 4 3 9 16 എല്ലാം എന്താ സ്ക്വയേഴ്സുകളാണ് കേട്ടോ. എന്താ നിങ്ങളെ സ്ക്വയേഴ്സുകളാണ്. നോക്കിക്കേ, ഇത് എക്സാമ്പിളാണ്. അപ്പോൾ ഇത് നോക്കൂ ഞങ്ങളെ 1 പറയുന്നത് 1ൻ്റെ സ്ക്വയറാണ്. 4 പറയുന്നത് 2ൻ്റെ സ്ക്വയറാണ്. 3 പറയുന്നത് 9 പറയുന്നത് 3ൻ്റെ സ്ക്വയറാണ് അല്ലേ? അടുത്ത 16 പറയുന്നത് 4ൻ്റെ സ്ക്വയറാണ്. 25 പറയുന്നത് 5ൻ്റെ സ്ക്വയറാണ്. 36 പറയുന്നത് 6ൻ്റെ. അല്ല എല്ലാം നോക്കിയ നമ്പറിൻ്റെ കൗണ്ടിങ് നമ്പറിൻ്റെ സ്ക്വയറുകളാണ് ഈ തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? നോക്കൂ നിങ്ങളെ, ഇതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പവഴി. ഇപ്പം മിഡ് വാല്യൂ ഇവിടെ 5 അല്ലേ വന്നത്? മിഡ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ നമ്പർ. അപ്പോൾ എന്താ 5ൻ്റെ സ്ക്വയർ ആയിരിക്കും കേട്ടോ. അങ്ങനെ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാം. നോക്കിക്കേ, ഇവിടെ 1 2 3 4 5 ഏറ്റവും വലിയ സംഖ്യ. അപ്പോൾ ഇവിടെ 5ൻ്റെ സ്ക്വയറാണ് 25. ആ ഒരു ക്ലൂവും നമുക്ക് ചിന്തിക്കാം കേട്ടോ. ഇവിടെ നോക്കിയേ 1 2 3 4 ഇവിടെ ഏതാ നിങ്ങളെ വലുത്? 6. അപ്പോൾ 6ൻ്റെ സ്ക്വയർ 36 കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ചിന്തിച്ച് ചെയ്യണേ. അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കില്ലേ ഞങ്ങൾ കേട്ടോ. ഇവിടെ നോക്കിക്കുക, ഏറ്റവും വലുതാരാ? 4ൻ്റെ സ്ക്വയർ 16. ഇപ്പം പിടികിട്ടിയോ? ഏറ്റവും വലുത് 3 എന്ന് വെച്ചാൽ 3 കഴിഞ്ഞ് ഇവിടെ അപ്പ് ഇത് ഡൗണ്, ഇവിടെ വരെ അപ്പ് ഇത് കഴിഞ്ഞ് ഡൗണ്, ഇവിടെ വരെ അപ്പ് ഇത് ഡൗണ്, ഇവിടെ വരെ അപ്പ് ഡൗണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? അതിൽ ഏറ്റവും ടോപ്പിൽ വന്നത് നമ്പർ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും അതിൻ്റെ ആൻസർ. പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇതിലും മാത്സ് താഴോട്ട് പോകാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ, കാരണം CBSE അല്ലേ? CBSE പഠിക്കുന്ന കുട്ടികളെയൊക്കെ ഇതിലും താഴോട്ടൊന്നും പറ്റത്തില്ല. നമുക്ക് എക്സർസൈസ് 1 ഒന്ന് നോക്കാം. നോക്കൂ കുഞ്ഞുങ്ങളെ, ക്യാൻ യു ഫൈൻഡ് എ സിമിലർ പിക്ടോറിയൽ എക്സ്പ്ലനേഷൻ ഫോർ വൈ ആഡിങ് കൗണ്ടിങ് നമ്പേഴ്സ് അപ്പ് ആൻഡ് ഡൗൺ? അണ്ടേ, അത് നിങ്ങൾ ആ ചോദ്യം കേട്ടിട്ട് വേണം കേട്ടോ. അപ്പ് ആൻഡ് ഡൗൺ, അതായത് 1 1 + 2 + 1 ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ അത് തന്നെ. 1 + 2 + 3 കണ്ടോ, ആ ഗീവ് സീക്വൻസ് നമ്പേഴ്സ്. നമ്മൾ ഇതാണ്ട് നോക്കിക്കേ 1 നമ്മളിപ്പോൾ പറഞ്ഞതാണ് അല്ലേ? ഇപ്പം അങ്ങോട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻ ആവും ഞങ്ങളെ. നോക്കിക്കേ, അതിനകത്തിൽ ആദ്യം അവർ 1 പിന്നെ 1 + 2 + 1 1 + 3 + 1 നമ്മൾ ഇതിൻ്റെ എല്ലാം ക്ലൂ ഇപ്പം ഞാൻ പറഞ്ഞതാണ്. അപ്പ് ആൻഡ് ഡൗൺ നിങ്ങൾക്ക് എഴുതാൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം 1 2 1 2 പിന്നെ അതിൻ്റെ ഡൗണ് 1 2 3 പിന്നെ അതിൻ്റെ താഴോട്ടുള്ള 1 2 3 4 അതിൻ്റെ താപ്പോട്ട് 1 2 3 4 5 അതിൻ്റെ താപ്പോട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ എളുപ്പവഴി ഇപ്പോൾ പറഞ്ഞായിരുന്നു. ഏറ്റവും വലിയ നമ്പർ ഇതിനകത്തിൽ ഏതാ? 5. അപ്പോൾ 5ൻ്റെ സ്ക്വയർ ആയിരിക്കും ആൻസർ വരുന്നത്. ഇവിടെ ഏറ്റവും വലിയ നമ്പർ 4 ആവും ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇതായിരിക്കും വരുന്നത് കേട്ടോ. ആ ക്ലൂ ഓർത്തവണേ. അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ എന്താ കൗണ്ടിങ് നമ്പർ ഏതാവും നിങ്ങൾ? 1 2 3 4 കൗണ്ടിങ് നമ്പർ അല്ലേ? അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ കിട്ടിയ ആൻസറിനെ ഏതൊക്കെയാ? 1 4 അല്ലേ? 1 4 9 16 25 ഈ കിട്ടിയ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? സിമിലർ പിക്ടോറിക്കൽ എക്സ്പ്ലനേഷൻ അതിൻ്റെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം. നോക്കിക്കേ, അപ് ടു ഒന്നാമത്തെ അപ് ടുവിൽ നമുക്ക് 1 ആണ് കിട്ടിയത് അല്ലേ? 1നെ നമ്മൾ എന്താ ഒരു കുത്തിട്ട് ഡോട്ടിട്ട് കാണിച്ചു. ഓക്കെ ആണല്ലോ 1. അടുത്ത അപ് ടു സെക്കൻഡ് ടേം ആയത് നമ്മൾ ഏതാ എടുത്തത്? 1 + 2 + 1 അല്ലേ? അപ്പോൾ എത്ര? 4 ആണ്. ഈ 4 എന്ന് വെച്ചാൽ എന്താ? 2 × 2 സ്ക്വയർ അല്ലേ? 2 അല്ലേ? 4 ആണ്. അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതുമെന്ന് നോക്കിക്കേ. 4 അല്ലേ? 4നെ നമ്മൾ എങ്ങനെ ഡോട്ട് ഇടണമെന്ന് നമ്മൾ പറഞ്ഞ ഓഡ് നമ്പറിൻ്റെ അല്ലേ? അപ്പം നോക്കിയേ 1
ഇവിടെ 2 അല്ലേ, അപ്പ് ഡൗണ്. അപ്പ് ഡൗണിൻ്റെ ഡോട്ട് ഇടാൻ പറയുമ്പോൾ ഇങ്ങനെ ഇടാവും കേട്ടോ. നമ്മൾ ആ മുമ്പ് ഫസ്റ്റ് ടൈമിൽ പഠിച്ച രീതിയല്ല അപ്പും ഡൗണിൻ്റെയും ഡോട്ട് ഇടുന്നത് കേട്ടോ. ചോദ്യം കേട്ടിട്ട് വേണം നിങ്ങൾ എഴുതാൻ കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതുന്നത്? ഇങ്ങനെ വരച്ച് കാണിക്കണം. നോക്കി 1 2 1 തിരിഞ്ഞു പോകല്ലേ കേട്ടോ. ചോദ്യം കേൾക്കണം കേട്ടോ. നോക്കി അപ് ടു തേർഡ് ടേം എന്ന് വെച്ചാൽ മൂന്നാമത്തെ 1 2 3 3 2 1. അപ്പോൾ ഇത് മൊത്തോടെ കൂട്ടുമ്പോൾ 9 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ 9 3ൻ്റെ സ്ക്വയറാണ്. അപ്പം നമ്മൾ 1, അപ്പം നടുക്ക് ഏതാ? 3 ആയിരിക്കും വരുന്നത് അല്ലേ. വലിയ സംഖ്യയല്ലേ നടുക്ക് വരുന്നത് 3. അപ്പം ഇവിടെ വരെ അപ്പ് ഡൗണ് കണ്ടോ 9 വന്ന്. ഇതിങ്ങനെ കൂട്ടുമ്പോൾ സ്ക്വയർ ആണെങ്കിൽ 3 3 × 3 9. എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ, മാത്സ് അല്ലേ. ഓക്കെ, അടുത്ത അപ് ടു ഫോർത്ത് ടേംസ് നോക്കിക്കേ. 1 2 3 4 ഫോർത്ത് അല്ലേ. അപ്പം 4 × 4 4 16 4 × 4 16 ആണ്. അപ്പം 4 ഡോട്ട് ഇങ്ങോട്ട് 4 സ്ക്വയർ അല്ലേ. അപ്പം നമ്മൾ ഇവിടെ ഓഡ് നമ്പറിലാകുമ്പോഴോ 1 2 3 ഇവിടെ നടുക്കാരാ 4. ഇതൊരു എളുപ്പ വഴി മാത്രമാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. ഇവിടെ എന്താ 4 നടുക്ക് വന്നത്. ഇവിടെ മുമ്പെയോ 3 ആണ് നടുക്ക് വന്നത്. ആ ക്ലൂ വെച്ച് വേണം കണക്ക് ചെയ്യാൻ കേട്ടോ. ഏത് രീതി വേണമെങ്കിലും ചിന്തിക്കാം. ഞാനിതൊരു എളുപ്പ വഴി പറഞ്ഞതാ. കാരണം ഉള്ള കുത്തുകളെല്ലാം കൂടി ഇട്ട് ആ കുത്തൊക്കെ ഇടുന്നതിന് ഒരു വീറും വൃത്തിയായിട്ടും കറക്റ്റായ മെഷറൊക്കെ വെച്ചിട്ട് വേണം വരയ്ക്കാൻ കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ നമുക്കിവിടെ ഏതൊക്കെ സീക്വൻസാണ് കിട്ടിയത്? 1 കിട്ടി, 4 കിട്ടി അല്ലേ, 9 കിട്ടി, 16 കിട്ടി, 25 ആണെങ്കിൽ അപ്പം നമ്മൾ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? 4 ആയപ്പം നമ്മൾ ഈ ക്ലൂ ഓർത്താൽ മതി. 4 ആയപ്പം 4 ഡോട്ട് അല്ലേ, ഇങ്ങോട്ട് 4 ഇങ്ങോട്ട് 4. അപ്പോൾ 5 ആണെങ്കിലോ 5 ഡോട്ട് ഇട്ടിട്ട് നടുക്ക് അപ്പോൾ എത്ര വരും? വലിയ 5 നടുക്ക് ഇതുപോലെ 5 നടുക്കും വരും കേട്ടോ. അങ്ങനെ ഇട്ട് ചെയ്യണം. മനസ്സിലായോ? ഇവിടെ 5 ഇവിടെ 5 ഇവിടെ 5 ഇവിടെ 5 നടുക്കും 5 ആയിട്ട് വരും. അത് നമ്മൾ 5 എണ്ണാണ്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ നടുക്ക് 5 ആയിരിക്കണം കേട്ടോ. അപ്പോൾ 5 5 25 നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ എത്രാമത്തെ? ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ നമുക്കിനി 2 നോക്കാം. അപ്പോൾ രണ്ടാമത്തെ നോക്കി കഴിഞ്ഞാൽ ബൈ ഇമാജിങ് എ ലാർജ് വെർഷൻസ് ഓഫ് യുവർ പിക്ചർ or drawing in partially as needed, can you see what will be the value of 1 + 2 + 3? അങ്ങനെ നമ്മൾ 100 വരെ ഉണ്ട്. അത് കഴിഞ്ഞ് 100 മൈനസ് വെച്ച് ചെയ്തിരിക്കുകയാണ്. ചോദ്യം കണ്ടോ നിങ്ങളെ? കണ്ടോ? നിങ്ങളുടെ ടെസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഈ ചോദ്യമാണ്. ഇവിടുത്തെ മിഡ് വാല്യൂ നോക്കൂ നിങ്ങൾ. ഏതാ നോക്കിയേ? 1 മുതൽ 100 വരെയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ നടുക്ക് ഏതാണോ ഏറ്റവും വലുത് വരുന്നത്, ഓർമ്മയുണ്ടോ? അപ്പോൾ എന്തോ ചെയ്താൽ മതി? അത് മുമ്പ് ഞാൻ പറഞ്ഞ രീതി ചെയ്തെന്ന് പറഞ്ഞതായിരുന്നു നിങ്ങളെ. ആ നടുക്കലത്തെ സംഖ്യ നോക്കുക. നമ്മൾ 1 മുതലല്ലേ എഴുതിയത്? 1 മുതൽ 100 വരെ അപ്പ് ഇങ്ങോട്ട് എന്താ ഡൗൺ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 100 ആണ് നടുക്ക് വന്ന ഏറ്റവും വലുത്. അപ്പോൾ ആ 100 × 100 എന്താ മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ 10,000 കേട്ടോ. ഓക്കെ ആണോ? അടുത്ത വിച്ച് സീക്വൻസ് ഡു യു ഗെറ്റ് വെൻ യു സ്റ്റാർട്ട് ടു ആഡ് ദ കൗണ്ടിങ് നമ്പേഴ്സ് അപ്പ്? ക്യാൻ യു ഗിവ് എ സ്മാളർ പിക്ടോറിക്കൽ എക്സ്പ്ലനേഷൻ? നോക്കൂ കുഞ്ഞുങ്ങളെ, അടുത്ത മൂന്നാമത്തത് എളുപ്പം അങ്ങ് പറയാം കേട്ടോ. നോക്കിയ ആൾ വൺസ് സീക്വൻസ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് പേജിൽ പഠിച്ചതാണ്. വൺസിൻ്റെ സീക്വൻസ് അല്ലേ, 1 1 1 1 എന്ന് ഫസ്റ്റ് പേജിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഓൾ വൺസ് സീക്വൻസ് എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അതെന്താ ഇത് ചോദിച്ചത്? യു സ്റ്റാർട്ട് ടു ആഡ് ദ ഓൾ വൺ സീക്വൻസ് അപ്പ് അല്ലേ. നോക്കിക്കേ 1ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? 1 കൂടി കൂട്ടി അല്ലേ. അപ്പം 2. പിന്നെ നമ്മൾ 1ൻ്റെ കൂടെ എത്ര? 2 ഒന്നുകൂടി കൂട്ടി അല്ലേ. 2 ഒന്നുകൂടി കൂട്ടി. അപ്പോൾ എത്ര? 3. പിന്നെ നമ്മൾ 1ൻ്റെ കൂടെ 3 ഒന്ന് കൂട്ടി. 1 ആണ് വൺസാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് 3 ഒന്നുകൂടി കൂട്ടി. അപ്പം നമുക്ക് 4. അടുത്തത് 4 ഒന്നുകൂടെ കൂട്ടി. അപ്പം 5 അല്ലേ. ഇത് അപ്പാണ്. വെൻ വി ആഡ് ദ ഓൾ വൺസ് അല്ലേ സീക്വൻസ് അപ്പ് വി ഗെറ്റ് കൗണ്ടിങ് നമ്പറാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ. എന്താ നിങ്ങളെ? 1 ഇവിടെ നമുക്ക് അപ്പ് ചെയ്തപ്പോൾ എന്താണ്? 1 2 3 4 5 എന്ന് പറയുന്ന നമുക്ക് എന്താണ്? കൗണ്ടിങ് നമ്പറാണ് നമുക്ക് അപ്പ് ചെയ്തപ്പോൾ കിട്ടിയത് അല്ലേ. ഞാൻ ഡൗൺ എഴുതിയില്ല കുഞ്ഞുങ്ങളെ. ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡ് നമ്പറും ആയിരിക്കും വരുന്നത് കേട്ടോ. നിങ്ങളത് നോക്കിക്കോണേ. അപ്പോൾ ഇതുപോലെ എഴുതുക. ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചാണ്. ഡൗണിൽ നമുക്ക് ഓഡ് നമ്പറുകളും ആയിരിക്കും വരുന്നത് കേട്ടോ. എഴുതിയപ്പോൾ ഞാൻ എഴുതിയില്ല കേട്ടോ. വെൻ വി ആഡ് ദ ആൾ വൺസ് സീക്വൻസ് അപ്പ് വി ഗെറ്റ് കൗണ്ടിങ് നമ്പേഴ്സ്. ഇവിടെ നമുക്ക് കൗണ്ടിങ് നമ്പറാണ് അപ്പിൽ കിട്ടിയത് കേട്ടോ. ഓക്കെ ആണോ? മൂന്നാമത്തെ. അടുത്ത നാലാമത്തത് വിച്ച് സീക്വൻസ് ഡു യു ഗെറ്റ് വെൻ യു സ്റ്റാർട്ട് ടു ആഡ് ദ കൗണ്ടിങ് നമ്പേഴ്സ് അപ്പ്? നോക്കൂ നിങ്ങളെ. വിച്ച് സീക്വൻസ്
നാലാമത്തെ അല്ലേ, വിച്ച് സീക്വൻസ് ഡു യു ഗെറ്റ് വെൻ യു സ്റ്റാർട്ട് ടു ആഡ് ദ കൗണ്ടിങ് നമ്പേഴ്സ്, ക്യാൻ യു ഗിവ് എ സ്മാളർ പിക്ടോറിക്കൽ എക്സ്പ്ലെയിൻ. അത് പിക്ടോറിക്കൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിൽ പിക്ടോറിക്കലാണ് കേട്ടോ, എന്ന് വെച്ചാൽ കുത്തിട്ട് എഴുതുന്നത്. നോക്കിയാൽ കൗണ്ടിങ് നമ്പർ 1 2 3 4 ആണ് അല്ലേ. അപ്പം എന്താ കൗണ്ടിങ് അപ്പാണ്, കൗണ്ടിങ് അപ്പാണോ ഡൗൺ ആണോ നോക്കിയിട്ട് വേണേ കൗണ്ടിങ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ കൂട്ടുക, അതായത് ഫസ്റ്റ് 1 അല്ലേ, കൗണ്ടിങ് നമ്പർ 1 ആണ്. പിന്നെ ഏതാ 1 2 1 2 3 ആണ്. പിന്നെ ഏതാ നിങ്ങളെ 1 2 3 കൂടെ ആണ് അല്ലേ. നമുക്ക് കൗണ്ടിങ് നമ്പറുകൾ കൂട്ടാനാണ് പറഞ്ഞത്. അപ്പോൾ എത്ര കിട്ടി? 6. അടുത്ത 1 2 3 4 കൂടെ കൂട്ടി ഇപ്പോൾ 10. നോക്കിയേ 1 3 6 10. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്താ നിങ്ങളെ ട്രയാങ്കുലർ നമ്പറാണ്, ഓർമ്മയുണ്ടോ? 1 3 6 10 15 എന്നുള്ളത് ട്രയാങ്കുലർ നമ്പറാണ് കേട്ടോ. അത് ഡോട്ട് ഇട്ട് കാണിക്കാനാണ്. ഫസ്റ്റ് നമുക്ക് കിട്ടിയത് 1 ആണ്, രണ്ടാമത് കിട്ടിയത് 3 ആണ് അല്ലേ, 3 ആണ്. ഇവിടെ 2 ഇവിടെ 1. അപ്പോൾ അടുത്തത് 6 ആണ്. അപ്പോൾ ഇവിടെ 3 കേട്ടോ. ഇപ്പോൾ ഇവിടെയും 3 ഇവിടെയും 3 ആയിരിക്കും. അടുത്ത അപ്പോൾ എത്ര ആവും നിങ്ങളെ? 1 ഇവിടെ 2. സൈഡിലത്തെ ഇത് നോക്കിയാൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും കുഞ്ഞുങ്ങൾ കേട്ടോ. ഇവിടെ 2 ഇവിടെ 3. അപ്പോൾ അടുത്ത ഏതാ? 1 3 6. അടുത്ത 10. 10ൻ്റെ ആകുമ്പോൾ ഇവിടെ എത്ര വേണം? 4 എണ്ണം വേണം അല്ലേ. ഇവിടെയും 4 ഇവിടെയും 4 ഇവിടെയും 4 വരണം കേട്ടോ. അടുത്ത 5 അങ്ങനെ കേട്ടോ. അടുത്ത 5. ഈ ഡോട്ട് ഓർമ്മയുള്ളവർക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. 1 പിന്നെ നമുക്ക് 2 പിന്നെ ഇവിടെ 1 2 3 പിന്നെ ഇവിടെ 1 2 3 4 എന്നിട്ട് ഇവിടെ ഇത് തെറ്റായിരുന്നു. 1 2 3 4 കേട്ടോ. അങ്ങനെ വരയ്ക്കണം. അപ്പോൾ 10 15 അങ്ങനെ വരുന്ന എന്താ നിങ്ങളെ ട്രയാങ്കുലർ നമ്പറാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന കൗണ്ടിങ് നമ്പർ എന്താ കിട്ടുന്നത്? ട്രയാങ്കുലർ നമ്പറാണ്. ഇത് ഡോട്ട് ഇട്ട് വരച്ച് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇതിവിടെ 4 ആണെങ്കിൽ ഇവിടെ 5 ഇട്ടങ്ങ് വരച്ചാൽ മതി. 5 6 എന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടങ്ങ് വരച്ചാൽ മതി. ഓക്കെ ആണോ നിങ്ങളെ? 4 എണ്ണം ഓക്കെ ആണോ? അടുത്ത 5ാമത്തെ ചോദ്യം നോക്കുക. വാട്ട് ഹാപ്പൻ വെൻ യു ആഡ് അപ്പ് പെയർ ഓഫ് കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പേഴ്സ് കേട്ടോ. ദാറ്റ് ഈസ് ടേക്ക് 1 + 3 3 + 6 6 + 10 10 + 15. വല്ല മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? അതായത് നമ്മൾ പഠിച്ചതാണ് ട്രയാങ്കുലർ അല്ലേ. ട്രയാങ്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഏതായിരുന്നു? 1 3 6 10 15 ഇങ്ങനെ എഴുതുന്നതാണ് ട്രയാങ്കുലർ നമ്പർ അല്ലേ. അപ്പോൾ എന്താ 1ൻ്റെ കൂടെ 3 കൂട്ടിയാൽ നമുക്ക് ആ ഫസ്റ്റ് കിട്ടും അല്ലേ. പിന്നെ എന്താ 6ൻ്റെ കൂടെ 3 കൂട്ടിയാൽ അടുത്തത് കിട്ടും. ഓർമ്മയുണ്ടല്ലോ? ഉണ്ടാവും നിങ്ങൾ? വേണ്ടേ 1ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 4 കിട്ടി. 3ൻ്റെ കൂടെ 6 കൂട്ടിയാൽ 9 കിട്ടി. 6ൻ്റെ കൂടെ 10 16 10 15 അല്ലേ. തൊട്ട് ലെഫ്റ്റിൽ കിടക്കുന്നതിനെ കൂട്ടി നമ്മൾ ഫസ്റ്റിൽ കുറേ പറഞ്ഞതാണ് കേട്ടോ. അതിൻ്റെ എന്ത് എഴുതാനാണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കൂ നിങ്ങൾ. ഇവിടെ എന്താ കിട്ടിയത്? 4 9 16 25. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ നമ്പറുകൾ? ഉണ്ട്. എന്താ 2ൻ്റെ സ്ക്വയറാണ് 4, 3ൻ്റെ സ്ക്വയറാണ് 9, 4ൻ്റെ സ്ക്വയറാണ് 25, 5ൻ്റെ സ്ക്വയറാണ് 25. സോറി പറഞ്ഞ തെറ്റിയോ. 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമുക്ക് കിട്ടിയ ആൻസർ നോക്കണേ. അപ്പോൾ എന്താ ഇത് സ്ക്വയർ സീക്വൻസ് ആണ് അല്ലേ. 4 9 16 25 എന്ന് പറയുന്നത് എന്താ നിങ്ങളെ സ്ക്വയറുകളുടെ സീക്വൻസ് ആണ്. അപ്പം നമുക്ക് അതിന് എളുപ്പം വരയ്ക്കാൻ എളുപ്പമുണ്ടല്ലേ. ഫസ്റ്റ് 4 1 2 4 അല്ലേ, 4 കുത്ത്. അടുത്ത എത്ര? 9. 9 എന്ന് വരുമ്പോൾ നമ്മൾ ക്ലൂ ഓർത്ത് വെച്ചേക്കണം. 3 3 3 അപ്പോൾ മൊത്തം 9 എണ്ണം വരും കേട്ടോ. അടുത്ത എപ്പോഴോ 4 അല്ലേ, 4 4 4 4 വരയ്ക്കല്ലേ കേട്ടോ. ഞാൻ അറിയാൻ വേണ്ടി പറഞ്ഞ ഡോട്ട് ഇട്ടാൽ മതി എന്നിവിടെ പറഞ്ഞല്ലേ. ചോദ്യം കേട്ടിട്ട് വേണം എഴുതാൻ കേട്ടോ. അപ്പോൾ 4 4 16. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 4 ആണ്. വരയ്ക്കല്ലേ കുഞ്ഞുങ്ങളെ, അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് 9 ആണ്. അടുത്തത് 16 ആണ്. അടുത്ത എത്ര? 5 1 2 3 4 5 1 2 3 4 5 കണ്ടോ. മുമ്പ് നമ്മൾ ആ ട്രയാങ്കിളിൻ്റെ ഇങ്ങനെ പഠിക്കുന്നവർക്ക് തെറ്റത്തില്ല കേട്ടോ. ഫസ്റ്റിൽ 4 പിന്നെ അല്ലേ ആദ്യത്തെ 2 പിന്നെ 3 പിന്നെ 4 പിന്നെ 5 പിന്നെ 6 7 എന്ന് നമ്മൾ ചെയ്ത് പഠിക്കാമെങ്കിലേ ഇതിൻ്റെ ആ ഓർഡർ നമുക്ക് വരച്ച് പഠിക്കാം കേട്ടോ. ട്രയാങ്കിളിൻ്റെ അതുപോലെ 1 അടി 2 പിന്നെ 3 പിന്നെ 4 അങ്ങനെയും പഠിക്കണം കേട്ടോ. നിങ്ങൾ ഈ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ അങ്ങനെ വരച്ച് നോക്കണം കേട്ടോ. അങ്ങനെ വരച്ചാകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് വരച്ച് ചെയ്യാൻ പഠിക്കും കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? കമൻറ്റ് ബോക്സിൽ പറയണേ കേട്ടോ. ബാക്കി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ. ഓക്കെ, താങ്ക് യു.